ഹലോ ഗായ്സ്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്റ്റഡീസിൽ വളരെയേറെ സ്ട്രഗിൾസ് ചെയ്യുന്നുണ്ടാവുന്നു. അപ്പോൾ ഈ സ്ട്രഗിൾ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ 5 സ്റ്റഡി ടെക്നിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് സ്റ്റഡി ടെക്നിക്സ് എന്നോ ഹാക്സ് എന്നോ ടിപ്സ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ 5 സ്റ്റഡി ടെക്നിക്സ് എനിക്ക് ഉറപ്പാണ്, കാരണം ഞാനിത് യൂസ് ചെയ്തിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ അതേതാണ് 5 ടെക്നിക്സ് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ ടെക്നിക്കാണ് ആക്റ്റീവ് റീകോൾ. ഇതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ബുക്ക് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി വായിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത കാര്യമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് അറിയാവോ എന്ന് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ മനസ്സിൽ ഓർത്ത് നോക്കുകയോ ചെയ്യുക. ഇനിയിപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുക. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കുക, വായിച്ച് പഠിക്കുക. അല്ലാതെ നമ്മൾ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയായിട്ട് പഠിക്കരുത്. നമ്മൾ സോഷ്യൽ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ കൂടുതലും ഇതേപോലെ ബൈ ഹാർട്ട് ചെയ്യും, അല്ലാതെ അവർ മനസ്സിരുത്ത് പഠിക്കത്തില്ല. ഇപ്പോഴത്തെ സിലബസിൽ നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് ഒരു ഗുണമില്ല. നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഹാർഡ് വർക്കിലല്ല കാര്യം, സ്മാർട്ട് വർക്കിലാണ് കാര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചോദ്യം വരികയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ആക്റ്റീവ് റീകോൾസിന് നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് ആക്റ്റീവ് റീകോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഫ്ലാഷ് കാർഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പേജിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ഒരു ഫേസിൽ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം, അതിൻ്റെ അടുത്ത ഫേസിൽ നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് ഫ്ലാഷ് കാർഡ്സ് ആക്കി വെച്ചിട്ട് നമുക്ക് എക്സാമിനെല്ലാം മുന്നേ നമ്മൾ ഏറ്റവും ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലാഷ് കാർഡ് നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കാവുന്നതാണ്. അതാണ് ഈ ഒരു ടെക്നിക്ക്. നമ്മുടെ സെക്കൻഡ് ടെക്നിക്കാണ് സ്പേസ്ഡ് റെപ്പറ്റീഷൻ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ മൺഡേയിൽ നമ്മളൊരു കാര്യം പഠിച്ചു എന്ന് വിചാരിച്ചു. മൺഡേ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെനസ്ഡേ അത് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അത് വെനസ്ഡേ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ഫ്രൈഡേ ഒന്ന് റിവൈസ് ചെയ്യാം. ഫ്രൈഡേ റിവൈസ് ചെയ്തിട്ട് വീണ്ടും അടുത്ത മൺഡേ റിവൈസ് ചെയ്യാം. മൺഡേ റിവൈസ് ചെയ്തിട്ട് അടുത്ത മൺഡേ റിവൈസ് ചെയ്യാം. അങ്ങനെ കുറച്ച് നമ്മൾ സ്പേസ് ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ നമ്മൾ ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ കാര്യം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. പോയാൽ തന്നെ നമുക്ക് നമ്മുടെ ബ്രെയിന് അത് ബൈ ഹാർട്ടാക്കി വെച്ചോളും. അതാണ് നമ്മുടെ സെക്കൻഡ് ടിപ്പ് വരുന്നത്. ഇതിന് നമുക്ക് നമുക്ക് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് നമുക്ക് ഒന്നെങ്കിൽ ആങ്കി അല്ലെങ്കിൽ ക്യൂസ്ലെറ്റ് എന്നുള്ള ആപ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ റുട്ടീൻസും പിന്നെ അതേപോലെ തന്നെ ഫ്ലാഷ് കാർഡ്സും എല്ലാം ആക്കാൻ വേണ്ടി ഈ 2 ആപ്പുകൾ യൂസ് ചെയ്യാവുന്നതാണ്. തേർഡ് ടിപ്പ് വരുന്നതാണ് പോമഡോറോ ടെക്നിക്ക്. ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇതിനകത്ത് എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 2 മണിക്കൂറാണ് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ 25 മിനിറ്റ് പഠിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ കാണാനോ ടി വി കാണാനോ ഒന്നും പോകരുത്. നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ട് ജസ്റ്റ് വെള്ളം കുടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ 25 മിനിറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ കോൺസെൻട്രേഷനോടെ പഠിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ പഠിക്കുന്ന കാര്യത്തിൽ ഒന്നും നമ്മുടെ തലയിൽ കയറില്ല. 25 മിനിറ്റ് അത് 4 റൗണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 15 to 20 മിനിറ്റ്സ് നമ്മളൊരു ലോങ് ബ്രേക്ക് എടുക്കണം. ഈ ലോങ് ബ്രേക്ക് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 4 പ്രാവശ്യം പഠിച്ചതിന് ശേഷം നമ്മുടെ ബ്രെയിന് കുറച്ചധികം നേരം റെസ്റ്റിംഗ് വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ 15 തൊട്ട് 20 മിനിറ്റ് വരെ നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്. ഇത് നമ്മുടെ പ്രോക്രാസ്റ്റിനേഷനോട് ഫൈറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഫോക്കസിനെ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് ടെക്നിക്കാണ് ഇൻ്റർലീവിങ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലവരൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം പഠിക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ മാത്സ് അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററി അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ആ ആഴ്ച പഠിപ്പിച്ചത് മൊത്തം അങ്ങനെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ശ്രമിക്കാറ്. പക്ഷേ അങ്ങനെ ചെയ്യാതെ നമ്മൾ ഒരു ദിവസം എന്താണോ പഠിപ്പിച്ചത് അത് മൊത്തം അന്ന് പഠിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫസ്റ്റ് മാത്സ് എടുക്കാം. മാത്സിൻ്റെ അന്ന് പഠിപ്പിച്ച് ആ ഭാഗം പഠിപ്പിച്ച് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതിനുശേഷം നമ്മൾ പഠിപ്പിച്ച് അതേപോലത്തെ തന്നെ ചോദ്യങ്ങൾ നമ്മൾ വീണ്ടും കണ്ടുപിടിച്ചിട്ട് അതേ ചോദ്യങ്ങൾ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. അതിനുശേഷം നമുക്ക് സയൻസ് പഠിക്കാം. സയൻസിന് പഠിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും മെയിൻ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ മെയിൻ കാര്യങ്ങൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമിനൊക്കെ മുന്നേ ജസ്റ്റ് വേഗം ഒന്ന് റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും.
പിന്നെ ഹിസ്റ്ററിയും അതേപോലെ തന്നെ ചെറിയ അന്ന് പഠിപ്പിക്കുന്ന ഭാഗം മാത്രം പഠിക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് മല പോലെ വെച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പല കുട്ടികളും എക്സാമിനെല്ലാം ഫെയിലായി പോകുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലിനെയും അതേപോലെ തന്നെ അഡാപ്റ്റബിലിറ്റീനെയും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് വളരെ ഏറെ ഇമ്പോർട്ടൻ്റ്. ദി ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് ടിപ്പാണ് എലാബറേറ്റീവ് ലേണിംഗ്. നമുക്ക് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം, ഫോർ എക്സാമ്പിൾ നമ്മുടെ മാത്സിൻ്റെ ഒരു സംഭവമില്ലേ, A+B² എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ആ സംഭവം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ചിന്തിച്ചേക്കാം, ഇത് പഠിച്ചിട്ട് എന്താണ് ഗുണമുള്ളത്, ഇത് പഠിച്ചിട്ട് വല്ല ഗുണമുണ്ടോ, ഇത് നമ്മുടെ ഫ്യൂച്ചർ ലൈഫിൽ എന്താണ് ഇത് വെച്ച് ഉപകാരമുള്ളത് എന്നൊക്കെ നമുക്ക് പലപ്പോഴും ചിന്തിച്ചേക്കാം. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ടീച്ചർ നമ്മളെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത്, ചിലപ്പോൾ നമുക്ക് വീട്ടിൽ വന്നിട്ട് നമ്മൾ ക്ഷീണിച്ചൊക്കെ ആയിരിക്കാം കേട്ട് കാണുക, അത് ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അത് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്പും കൂടിയാണിത്. പക്ഷേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ടീച്ചർ എന്താണോ പറയുന്നത് അത് വേറെ ഫ്രണ്ട്സിനോടൊന്നും സംസാരിക്കാതെ എന്താണോ ടീച്ചർ പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ ഇത് വെച്ച് ഗുണമുള്ളൂ. അപ്പോൾ ഇതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, ഇത് നമ്മുടെ ടീച്ചറും കുട്ടിയാണ് കളിക്കേണ്ടത്. കളിക്കുമല്ല, നമ്മൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു സീരിയസ്നെസ് വെച്ച് തന്നെ നമ്മൾ ഇത് ചെയ്യണം. ജസ്റ്റ് നമ്മളൊരു മിററിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു ബെഡിൻ്റെ മുന്നിലോ ജസ്റ്റ് പ്രിറ്റൻഡ് ചെയ്യുക, കുറേ കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്, നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നതായിട്ട് പ്രിറ്റൻഡ് ചെയ്യുക. ഇത് പഠിപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ടീച്ചർ എന്താണോ നമ്മുടെ ടീച്ചർ നമ്മളോട് എന്താണോ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാൻ തുടങ്ങിയാൽ മതി. അത് ആ ഫ്ലോയിൽ നമ്മൾ മൊത്തം പറഞ്ഞു തീർക്കും. അത് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മൾ എന്താണ് പറയുന്നതെന്ന്. അത് കേൾക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ടീച്ചർ ചിലപ്പോൾ പറഞ്ഞു കാണും ഇതിൻ്റെ ഗുണം എന്താണെന്ന്, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ വലിയ ഇത് കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മൾ തന്നെ അത് പറയുമ്പോൾ നമ്മൾ വീണ്ടും ചിന്തിക്കും, അപ്പോൾ ആ കാര്യം കൊണ്ടാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പഠിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതിനു വേണ്ടിയാണ് ഈ ഒരു ടിപ്പ്. അതേപോലെ തന്നെ ഇത് നമുക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 5 ടിപ്സ്. ഇത് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തരുന്ന എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്രിസ്മസ് എക്സാംസ് ഇതുവരെയായിട്ടും അടുത്തെത്തിയിട്ടില്ല. നമ്മുടെ സെക്കൻഡ് മിഡ് ടേം എല്ലാം ചിലപ്പോൾ നവംബറിനൊക്കെ തുടങ്ങും. ഇപ്പോൾ ഒക്ടോബറാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ അടുത്ത ഇതിനൊക്കെ പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളൂ. ഇതുവരെയായിട്ടും പഠിക്കാത്തവർക്കും ഈ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതും, പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ അവർ ഇതേ ടിപ്സ് തന്നെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.